ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക വിശ്വാസികൾ പൂർണ്ണമായും ദൃഢമായും വിശ്വസിക്കുന്ന ഒന്നാണ് പാപങ്ങളുടെ മോചനം. ഓരോ പ്രാവശ്യവും വിശ്വാസ പ്രമാണത്തിൽ നാം ഉരുവിടുന്നതും ഇതുതന്നെ. ഇതിന് സുപ്രധാനവും പ്രഥമവുമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്നാണ് മാമോദീസ. വിശ്വാസത്തിന്റെ പ്രഥമ പ്രഖ്യാപനം നാം നടത്തുന്ന മാമോദീസയിൽ തന്നെ പാപമോചനം പൂർണ്ണവും സമഗ്രവുമാണ്. അതിനാൽ നാം ഉത്ഭവ പാപത്തിൽ നിന്നും നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്ത പാപങ്ങളിൽ നിന്നും പൂർണ്ണ മോചനം നേടുന്നു. എന്നിരുന്നാലും മാമോദീസയുടെ കൃപാവരം ആരെയും പ്രകൃതിയുടെ ദുർബലതകളിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല. അതിനാൽ തിന്മയിലേക്കുള്ള ചായ്വ് നിലനിൽക്കുന്നു. സഭയ്ക്ക് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ളതിനാൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഏതവസരത്തിൽ പാപം ചെയ്താലും അവ പൊറുക്കാൻ സഭയ്ക്ക് കഴിയും. അതായത് മാമോദീസ സ്വീകരിച്ചവർക്ക് ദൈവത്തോടും സഭയോടും രമ്യതപ്പെടാൻ കഴിയുന്നത് കുമ്പസാരത്തിലൂടെയാണ്. സഭയുടെ താക്കോൽ വിശുദ്ധ പത്രോസിലൂടെ നൽകിയപ്പോൾ മാലാഖമാർക്കോ മുഖ്യ ദൂതന്മാർക്കോ പോലും കൊടുക്കാത്ത ഒരു അധികാരം ദൈവം വൈദികർക്ക് നൽകി. വൈദികർ ഭൂമിയിൽ ചെയ്യുന്നവ സ്വർഗത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നു. അത് തന്നെയാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അതിനാൽ തന്നെ എത്ര ഗൗരവമുള്ളതായാൽ പോലും ആത്മാർത്ഥമായ മനസ്താപമുണ്ടെങ്കിൽ ആ പാപം ക്ഷമിക്കാൻ സഭയ്ക്ക് സാധിക്കും. ഇവയൊക്കെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 976 മുതൽ 982 വരെയുള്ള ഖണ്ഡികകൾ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവിന് ദൈവം ഇത്രയേറെ വില കൽപ്പിക്കുന്നുണ്ട്. ഒരിക്കലും നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ കൂദാശകളിലൂടെ അവിടുന്ന് തുറന്നിട്ടിട്ടുമുണ്ട്. നമുക്ക് ഉറച്ച ഒരു തീരുമാനമെടുക്കാം. ദൈവവുമായി രമ്യതപ്പെടാനുള്ള അവസരങ്ങൾ ഞാനിനി നഷ്ടമാക്കില്ല. വിശുദ്ധിയായിരിക്കും എന്റെ ലക്ഷ്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.